പണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ കേരളം ഭ്രാന്താലയമായി കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കാമെങ്കിലും ഇപ്പോൾ ഏറ്റവും അധികം മദ്യവും ലഹരി ഉപയോഗിക്കുന്നത് കേരളമാണെന്ന നാണക്കേടാണ് നമുക്കുള്ളത്. അഭിമാനപൂർവമായിട്ട് നമുക്ക് സംസാരിച്ചാൽ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ട കേരളത്തിനെ ഓർത്ത് ലജ്ജിക്കുകയാണ്. കേരളം ഭ്രാന്താലയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ലഹരിയുടെ, മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഒപ്പം തന്നെ പാഠപുസ്തകങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വരും തലമുറയെ ഈ നാശത്തിൽ നിന്നും രക്ഷിച്ചിട്ടില്ലെങ്കിൽ കനത്ത തിരിച്ചടിയുണ്ട് ഈ സർക്കാരിന്. ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ സർക്കാർ മാത്രം വിചാരിച്ച് നടക്കുമോ? ഒരിക്കലും നടക്കുകയില്ല. നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ വിപത്തിനെതിരെ പോരാടിയാൽ മാത്രമേ ഇന്ന് ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. നമ്മളെ കുട്ടികളെല്ലാം ഇതിലേക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ തോന്നുന്നു. കാരണം ഇന്നുണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും മൂല കാരണമായി കാണുന്ന ലഹരിയുടെ ഉപയോഗമാണ്. പണ്ട് കാലങ്ങളിലെല്ലാം കുറച്ച് മദ്യമെല്ലാം കഴിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്ന് ആളുകളെല്ലാം തന്നെ ഈ ലഹരിക്ക് അടിമയാണോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്നു. കഴിഞ്ഞകാല സംഭവങ്ങളെല്ലാം അങ്ങനെ നോക്കുമ്പോൾ, ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലഹരിയുടെ അമിതമായ ഉപയോഗം തന്നെയാണ്. പെട്ടെന്ന് പണക്കാരനാകാം എന്നുള്ളൊരു ചിന്തയാണ് ഇതിലൂടെ വരുന്നത്. 1 ഗ്രാമോ 2 ഗ്രാമോ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ലക്ഷങ്ങളുടെ കണക്കുകളാണ് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുപോകുന്നതും എത്തിക്കുന്നതും എന്ന് നമുക്ക് തോന്നുന്നു. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലും, ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ നോക്കാതെ എല്ലാ ആളുകളും ഇതിനെതിരെ ഒന്നിച്ച് പടപൊരുതിയാൽ മാത്രമേ ഈ വിപത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെയും വരും തലമുറയെയും നമുക്ക് രക്ഷിക്കാനാകൂ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. ഇതൊന്ന് നിയന്ത്രിക്കാൻ ഈ കേരളത്തിൽ സർക്കാരില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു സർക്കാർ ഉണ്ടെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെയും ഈ മദ്യത്തിൻ്റെയും ഉപയോഗം ഇവിടെ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കണം. സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പുത്രൻ. ഈ കേരളം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ കേരള പോലീസിന് വലിയ സോഴ്സുണ്ട്. ഇവിടെ കേരള എക്സൈസ് വകുപ്പിന് വലിയൊരു സോഴ്സുണ്ട്. ഇതെല്ലാം വിനിയോഗിച്ച് ഒരു മണിക്കൂർ കൊണ്ട് കേരളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ക്ലീൻ സിറ്റി ആക്കാൻ സാധിക്കും. നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച കാലഘട്ടം നമുക്ക് ഓർമ്മയില്ലേ? ഈ കേരളം എന്തു മനോഹരമായിരുന്നു. ആ സർക്കാർ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കുബേര നമുക്കറിയാം. ഈ കേരളത്തെ ഇതുപോലെ പിണറായി സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് പറയാനുള്ളത്. ഇന്ന് കേരളം നേരിടുന്ന അത്യന്തം ഗുരുതരമായ ഒരു പ്രശ്നമാണ് ലഹരി. പ്രത്യേകിച്ചും കൗമാരക്കാരുടെ ഇടയിലുള്ള ലഹരിയുടെ ഉപയോഗം. 8ാം ക്ലാസ് മുതലുള്ള ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും വളരെ വലിയ തോതിൽ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, എല്ലാ പ്രദേശത്തുമുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. സമൂഹത്തിൽ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ലഹരിയുടെ ഉപയോഗം. ഈ വിഷയങ്ങളിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട്, ആരോഗ്യവകുപ്പ്, എക്സൈസ്, പോലീസ്, ഇത്തരമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ബോധവൽക്കരണം വിപുലമായി നടത്തേണ്ടതുണ്ട്. മാതാപിതാക്കളെ അടക്കം എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും ഇത് വളരെ പെട്ടെന്ന് ഈ മേഖലയിലേക്ക്, ലഹരിയുടെ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിനെ അടിമകളാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ മാതാപിതാക്കൾക്കടക്കം വലിയ ബോധവൽക്കരണം നൽകേണ്ടതായിട്ടുണ്ട്. അത് സർക്കാർ നിയന്ത്രണത്തിൽ, സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ വിപുലമായ ബോധവൽക്കരണ പദ്ധതികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തണം. ലഹരി വിൽപ്പന തടയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ സർക്കാരിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് തടയണം. ഏത് വീട്ടിലാണ് എപ്പോഴാണ് ഇവർ ലഹരി അടിച്ചു വരിക എന്നറിയില്ല. അതുകൊണ്ട് സാറ് അതിന് നല്ലതായ രീതിയിൽ ഒരു തീരുമാനം എടുക്കണം.
എല്ലാ വീട്ടുകളിലും ഉണ്ട്. എല്ലാ വീടുകളിലും ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടെന്നല്ല പറയുന്നത്, പൊതുവെ ഒരു 75% കുട്ടികളും ഇപ്പോൾ ലഹരിക്ക് അടിമയാണ്. അതുകൊണ്ട് സർക്കാർ ഇതിന് വ്യക്തമായ ങ്ങളുടെയും വിൽപ്പനയും ഉപയോഗവും വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതിന് കടിഞ്ഞാണിടാൻ സർക്കാരിനും കഴിയുന്നില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭയാനകമാണ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഓരോ രക്ഷിതാവും ചിന്തിക്കേണ്ടയും പ്രവർത്തിക്കേണ്ടയും കാലം അതിക്രമിച്ചിരിക്കുകയാണ്.